വിഷു ഉത്സവത്തിനു പിന്നിലെ കഥ. മലയാള മാസമായ മേടം 1-ാം തീയതി അല്ലെങ്കിൽ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ഏപ്രിൽ 14-15 വിഷു ആഘോഷിക്കുന്നു. വസന്തകാലത്തിന്റെ തുടക്കത്തെ പ്രതീകപ്പെടുത്തുന്നു. കേരളത്തിൽ വിളവെടുപ്പ് ഉത്സവമായും മലയാളികളുടെ ജ്യോതിഷ പുതുവത്സരമായും ആഘോഷിക്കുന്നു. സൂര്യൻ മേടരാശിയിലേക്കുള്ള സൂര്യന്റെ ചലനം വിഷുവിനെ സൂചിപ്പിക്കുന്നു. ഇത് കർഷകർ നിലം ഉഴുതുമറിക്കുന്നതിനും മറ്റ് കാർഷിക പ്രവർത്തനങ്ങൾക്കും ആരംഭിക്കുന്ന ദിവസമായി അടയാളപ്പെടുത്തുന്നു. വിഷുവിന്റെ പ്രാധാന്യം. സംസ്കൃതത്തിൽ വിഷു എന്നാൽ തുല്യം എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് പകലും രാത്രിയും തുല്യ മണിക്കൂറുകളുള്ള ഒരു ദിവസം അല്ലെങ്കിൽ വിഷുദിനം. ഭഗവാൻ വിഷ്ണുവിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഭഗവാൻ വിഷ്ണുവിനെയും ഭഗവാൻ കൃഷ്ണനെയും ആരാധിച്ചുകൊണ്ടാണ് ഇത് ആഘോഷിക്കുന്നത്. വിഷുക്കണി, വിഷു കൈനീട്ടം, വിഷുഫലം എന്നിവയാണ് വിഷു ആഘോഷങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വശങ്ങൾ. പുരാണത്തിലെ വിഷുവിന്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട നിരവധി പുരാണ കഥകളുണ്ട്. അത്തരമൊരു കഥ പ്രകാരം ഭഗവാൻ കൃഷ്ണൻ നരകാസുരനെ കൊന്ന ദിവസമാണ് വിഷു. മറ്റൊരു വിശ്വാസമനുസരിച്ച് സൂര്യദേവന്റെ തിരിച്ചുവരവായിട്ടാണ് വിഷു ആഘോഷിക്കുന്നത്. മറ്റ് നാടോടിക്കഥകൾ അനുസരിച്ച് രാവണൻ എന്ന അസുര രാജാവ് സൂര്യദേവനെ കിഴക്ക് നിന്ന് ഉദിക്കാൻ ഒരിക്കലും അനുവദിച്ചില്ല. രാവണന്റെ മരണശേഷം സൂര്യദേവൻ കിഴക്ക് നിന്ന് ഉദിക്കാൻ തുടങ്ങിയ വിഷു ദിവസമായിരുന്നു അത്. അന്നുമുതൽ വിഷു വളരെ ഉത്സാഹത്തോടെ ആഘോഷിക്കപ്പെടുന്നു. വിഷുവിന്റെ കഥ. വിഷു ഉത്സവത്തിന്റെ തലേദിവസം രാത്രി വീട്ടിലെ പൂജാമുറിയിലോ ആരാധനാസ്ഥലത്തോ വിഷ്ണുവിന്റെയും കൃഷ്ണന്റെയും വിഗ്രഹങ്ങൾക്ക് മുമ്പായി വീട്ടിലെ മൂത്ത സ്ത്രീ വിഷുക്കണി വയ്ക്കുന്നു. എല്ലാ മലയാളികളും വിഷുക്കണിയെ ഭാഗ്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി കണക്കാക്കുന്നു. മലയാളത്തിൽ കണി എന്നാൽ ആദ്യം കാണുന്നത് എന്നാണ്. അതിനാൽ വിഷുക്കണി എന്ന വാക്കിന്റെ അർത്ഥം പുലർച്ചെയോ അതിരാവിലെയോ ആദ്യം കാണുന്ന വസ്തുവാണ്. ഇത് പുതുവത്സരം മുഴുവൻ തങ്ങൾക്ക് ഐശ്വര്യം നൽകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. വിഷുക്കണിയിൽ ഭാഗ്യത്തിന്റെയും സമൃദ്ധിയുടെയും ശകുനമായി കണക്കാക്കപ്പെടുന്ന എല്ലാ ശുഭകരമായ വസ്തുക്കളും പവിത്രമായി തയ്യാറാക്കുന്നു. തേങ്ങ, വെറ്റില, ചക്ക, കണി കൊന്ന പുഷ്പം, കന്മഷി, അരി, നാരങ്ങ, സ്വർണ്ണ, വെള്ളരി, ആറന്മുള കണ്ണാടി, ഒരു വിശുദ്ധ പുസ്തകം, കോടിമുണ്ട്, നാണയങ്ങൾ അല്ലെങ്കിൽ കറൻസി നോട്ടുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ വസ്തുക്കളെല്ലാം ലോഹം കൊണ്ട് നിർമ്മിച്ച മണിയുടെ ആകൃതിയിലുള്ള ഒരു പാത്രത്തിലാണ് ശേഖരിക്കുന്നത്. ഇതിനെ മലയാളത്തിൽ ഉരുളി എന്ന് വിളിക്കുന്നു. നിലവിളക്ക് കത്തിച്ച് വിഷുക്കണിക്കൊപ്പം ദേവന്റെ മുമ്പിൽ വയ്ക്കുന്നു. വിഷുദിനത്തിൽ ജനങ്ങളുടെ പരമ്പരാഗത വിശ്വാസമനുസരിച്ച് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അതിരാവിലെ കണ്ണുകൾ അടച്ച് വിഷുക്കണിയുടെ ആദ്യ ദർശനം ലഭിക്കാൻ വീട്ടിലെ ആരാധനാസ്ഥലത്തേക്ക് പോകണം. കാരണം അത് വർഷം മുഴുവനും അവർക്ക് ഭാഗ്യം നൽകും. അതിനാൽ വിഷുക്കണി വളരെ ശ്രദ്ധയോടെയും കൃത്യതയോടെയും ക്രമീകരിച്ചിരിക്കുന്നത്. വിഷുക്കണി കണ്ടതിനുശേഷം ഹിന്ദുക്കളുടെ പുണ്യഗ്രന്ഥമായ രാമായണത്തിലെ ശ്ലോകങ്ങൾ ആളുകൾ ചൊല്ലുന്നു. ഇത് ഒരു പുണ്യകർമ്മമായി കണക്കാക്കപ്പെടുന്നു. ഭക്തൻ തുറക്കുന്ന രാമായണത്തിന്റെ ആദ്യ പേജ് വരും വർഷത്തിൽ അവരുടെ ജീവിതത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തുമെന്ന് മലയാളികൾ വിശ്വസിക്കുന്നു. ഇതിനുശേഷം കുട്ടികളും മുതിർന്നവരും പടക്കം പൊട്ടിക്കും. ഇത് രാവിലെ മുതൽ രാത്രി വരെ തുടരും. വിഷു പടക്കം പൊട്ടിക്കൽ വലിയവരും ചെറിയവരും ആസ്വദിക്കുന്ന വിഷു ആഘോഷത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. തുടർന്ന് വിഷു സദ്യ വിരുന്ന് നടക്കും.